ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഈ യൂസുഫ് അലിൻ്റെ ഒരു വാർത്ത കേൾക്കാനിടയുണ്ട് യൂട്യൂബിലൂടെ. അദ്ദേഹം ദുആ ചെയ്തു എന്ന്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി എവിടെ നിന്ന് ദുആ ചെയ്യണേന് എന്താ ആരാധന? അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, യൂസുഫ് അലി സാഹിബ് BS അച്യുതാനന്ദൻ്റെ ജനാസൻ്റെ മയ്യത്തിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം യൂട്യൂബിലൂടെ അങ്ങനെ തരംഗമായിട്ട് മറിയുന്നുണ്ട്. ഒരു കാര്യം ചിന്തിക്കണം. അദ്ദേഹം BSന് വേണ്ടി സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്, പലതും പറഞ്ഞ് തള്ളുന്നവരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാൾ മരണപ്പെട്ടാൽ അവിടെ നിന്ന് നമ്മൾ കൈയോടെ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ആ മരിച്ച ആൾക്ക് വേണ്ടിയിട്ടോ നമുക്ക് വേണ്ടിയിട്ടായിരിക്കും. അത് അവരെ ഹൃദയത്തിലുള്ളതാണ്. അതെടുത്തിട്ട് കണ്ട് അദ്ദേഹത്തിന് മുർത്തദാക്കാൻ നടക്കണ്ട. ഇവിടെ മുജാഹിദ് ജമാഅത്തിൻ്റെ ഒരു വിശ്വാസമുണ്ട്. എന്താ അറിയോ, ഒരാൾ ചെയ്യുന്നത് കണ്ടുപോലെ മുർത്തദാക്കുക, അത് നമുക്ക് സുന്നികൾക്ക് ചോദിച്ചതല്ല. അദ്ദേഹം ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു അയൽവാസി മരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബേ, ഇങ്ങനത്തെ എപ്പം വെച്ചാൽ ചിതയിലേക്ക് വെക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു തീയിൽ കടന്ന് ദുന്യാവിൽ തന്നെ തീയിൽ വരുന്ന ഒരവസ്ഥ നമ്മൾക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ കൈയുയർത്തി പ്രാർത്ഥിക്കും. ഇത് കാണുമ്പോൾ കണ്ട അവന് വേണ്ടി പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, നമ്മൾ സാധാരണ അത് ഈ ദഹിപ്പിച്ചിരുന്ന സമയം മഗ്‌രിബോട് അടുത്ത സമയമായി. നമ്മൾ യാസീൻ ഓതുന്ന സമയമാണത്. അത് നമ്മൾ സ്ഥിരമായിട്ട് യാസീൻ ഓതുന്ന ആളുകളാണെങ്കിൽ അത് അവിടെ വെച്ച് കണ്ട് നമ്മൾ യാസീൻ ഓതി, നമുക്ക് അവിടെ നിന്ന് യാസീൻ ഓതാമല്ലോ. അപ്പോൾ ഇത് മറ്റുള്ള ആളുകളാണെങ്കിൽ അത് ശിർക്കാണ്, ബിദത്താണ്. കണ്ടോ, മരിച്ചെടുത്ത് വെച്ച് ഒരു ഹിന്ദു മരിച്ചെടുത്ത് വെച്ച് യാസീൻ ഓതി എന്ന് നമ്മൾ പറയില്ല. നമ്മൾ ദായിമാകുന്ന ചെയ്യുന്ന ചില കർമ്മങ്ങൾ അത് അവിടെ നിന്നും ചെയ്യാം. അവിടെ ഒരാൾ മരിച്ചെടുക്കേണ്ടത് അവർക്കുള്ള ഇബാദത്തല്ല അത്. അന്ന് ഞാൻ എന്നിട്ട് ആ മരിച്ച മഗ്‌രിബിൻ്റെ സമയത്ത് ഞാൻ അവിടെ നിന്ന് യാസീൻ ഓതിക്കൊണ്ട് ഇങ്ങനെ വീട്ടിൽ കെട്ടോട്ട് ഉറക്കോ അവിടെ നിന്ന് വലിയ യാസീൻ ഓതി, പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉറക്ക യാസീൻ ഓതി. ഒരു മുസ്ലിം മരിച്ച വീട്ടിൽ നിന്നാണ് അവിടെ നിന്നാണ് പോരുകയാണെങ്കിൽ അവിടെ നിന്ന് യാസീൻ ഓതി പോരുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതൊക്കെ അവനവൻ്റെ ഇബാദത്ത്, അവനവൻ്റെ ദുആ, അവനവൻ്റെ പ്രാർത്ഥന, ഇതൊക്കെ അവനവനെ ചേർത്തി നോക്കിയിട്ട് അള്ളയാണ് അതിന് കൂലും ശിക്ഷയൊക്കെ നൽകൽ. അപ്പോൾ ഒരാൾ മരണം കേട്ടാലും മരണം ഒരു നെടുക്കാണെന്നാണ്. അള്ളാൻ്റെ റസൂല് ഒരു ജൂതൻ്റെ മയ്യത്ത് പോകുന്ന സമയത്ത് ഒരൊറ്റ പ്രാവശ്യമാണ് എഴുന്നേറ്റുന്നത്. അതെന്താണ്? അപ്പം അതിനെപ്പറ്റി മരണം എന്ന് പറയുന്നത് നെടുക്കാണെന്നാണ്. അപ്പോൾ ആ നെടുക്കത്തിൽ നമ്മളെന്താണ്, അള്ളാഹിനോട് പ്രാർത്ഥിക്കും. നമ്മൾ മേപ്പിട്ട് കൈ ഉയർത്തി നമ്മളെന്താ, അയാൾ മരിച്ചു, നമ്മൾ തൊട്ടടുത്ത സ്നേഹിതനായിരിക്കും, മുസ്ലിമായിരിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന് റബ്ബേ നമ്മൾ എനിക്ക് മരിക്കാനുള്ളതാണല്ലോ എന്ന ചിന്ത ഇങ്ങോട്ട് വരും. ബിഗാൻ പോണ നേരത്തെ എൻ്റെ അമ്മേന്ന് പെട്ടെന്ന് വിളിക്കുന്ന പോലെ, ബദരീങ്ങളെന്ന് പെട്ടെന്ന് വിളിക്കുന്ന പോലെ അവൻ്റെ ഹൃദയത്തിൽ ഇഷ്ടമുള്ളവരെ വിളിച്ചു പോകും. ഇതൊക്കെ ശിർക്കും കുഫറും ബിദഅത്താണെന്ന് മനസ്സിലാക്കുന്നവർ, ഇങ്ങനത്തെ ആളുകളെ ഇതിനൊക്കെ എന്താണെന്നറിയാതെ, കഥയറിയാതെ ആട്ടം തുള്ളുന്നവരാണ് ഇവർ. അപ്പം